Daughters of Jerusalem, don't weep for me, weep for yourselves and your children എന്ന വിശുദ്ധ വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ഊഹാപോഹങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് ജോസ് കെ മാണി നമ്മോട് ദിവസങ്ങൾക്ക് മുമ്പ് സംസാരിച്ചത്. 1-2 ദിവസമേ ആയിട്ടുള്ളൂ. അന്നത്തെ ജോസ് കെ മാണിയുടെ വാർത്താ സമ്മേളനം ശ്രദ്ധിച്ചവർക്കറിയാം, അദ്ദേഹം കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെയാണ് ഭരണം എന്ന് പറഞ്ഞതിലും അപ്പുറത്ത് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ്. അദ്ദേഹം അത്ര കോൺഫിഡൻ്റ് ആയിരുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം അത്ര ഹാപ്പി ആയിരുന്നില്ല. ഒരു സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയല്ല അദ്ദേഹം അന്ന് സംസാരിച്ചത്. എനിക്ക് മനസ്സിലായത്, ഈ വിശുദ്ധ വചനം അദ്ദേഹം കോട്ട് ചെയ്തത് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സാഹചര്യത്തെ സൂചിപ്പിക്കാൻ കൂടിയാണ്. അതായത് UDFിലേക്ക് തിരികെ ചെന്നാൽ അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ തയ്യാറില്ലാത്ത ഘടകകക്ഷികൾ അതിനകത്തുണ്ട് എന്ന തിരിച്ചറിവോട് കൂടിയൊക്കെയാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. തൻ്റെ രാഷ്ട്രീയ ഭാവി അവസാനിച്ചു എന്ന് കരുതുന്നവരോട്, നിങ്ങൾ UDFിനകത്ത് തന്നെയുള്ള നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറയാനാണ് ജോസ് കെ മാണി ശ്രമിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, UDFിനകത്ത് ഇപ്പോൾ പലരും പറയുന്നത് ഒരു സമുദായത്തിൻ്റെ പിന്തുണ കൂടി നേടിയെടുക്കാൻ, അതല്ലെങ്കിൽ UDF ഒരു മുസ്ലിം കേന്ദ്രീകൃത മുന്നണിയാണ് എന്ന വിമർശനത്തിന് മറുപടി നൽകാൻ മുസ്ലിം ലീഗിൻ്റെ ചില സീറ്റുകൾ ജോസ് കെ മാണി മടങ്ങി വരികയാണെങ്കിൽ ജോസ് കെ മാണിക്ക് നൽകാം, അതല്ലെങ്കിൽ മാണി സി കാപ്പന് പാല വിട്ടുകൊടുക്കുന്നതിന് പകരം നൽകാം, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത്രമാത്രം ഈ ജോസ് കെ മാണിയെ കൂടെ കൂട്ടിയാൽ മാത്രമേ ക്രിസ്ത്യൻ സമുദായത്തെ UDF പ്രതിനിധാനം ചെയ്യുന്നുള്ളൂ എന്ന് പറയാൻ കഴിയുമോ? ഇപ്പം നമ്മൾ നോക്കിയാൽ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ വിവിധ ജില്ലകളിലുള്ള പ്രാതിനിധ്യം, അവരുടെ ജനസംഖ്യയിലുള്ള പ്രാതിനിധ്യം, പത്തനംതിട്ട ജില്ലയിൽ ഒരു 38.12% അതുപോലെ എറണാകുളം ജില്ലയിൽ 38.03% എന്നിട്ടും ഈ ജില്ലകളിലെല്ലാം പ്രതിനിധാനം ചെയ്യുന്ന, ജില്ലകളിൽ നിന്നെല്ലാമുള്ള ലോക്സഭാ MP-മാരിൽ വലിയൊരു വിഭാഗവും കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള, ഇപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് ഹൈബി ഈഡനെ പോലെ, ഡീൻ കുര്യാക്കോസിനെ പോലെ കോൺഗ്രസിനെ പ്രതിനിധാനം ചെയ്യുന്ന ധാരാളം MP-മാർ സാമുദായികമായി നോക്കിയാൽ ഈ ക്രൈസ്തവ സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്നവരാണ്. മതപരമായി നോക്കിയാൽ കോൺഗ്രസിനകത്ത് എറണാകുളം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി പോലെയുള്ള ജില്ലകളിൽ ധാരാളം ക്രിസ്ത്യൻ നേതാക്കന്മാർ തന്നെയുണ്ട്. കേരള കോൺഗ്രസിനെ പ്രതിനിധാനം ചെയ്യാൻ PJ ജോസഫും അനൂപ് ജേക്കബും ഉണ്ട്. പിന്നെ സാമുദായികമായി നോക്കിയാൽ CP ജോൺ പ്രബലനാണ്. KPCC പ്രസിഡൻ്റ് തന്നെ ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ള ഒരാളാണ്. അപ്പോൾ ജോസ് കെ മാണിയെ കൂടെ കൂട്ടിക്കൊണ്ട് മാത്രമേ ആ സമുദായത്തിൻ്റെ പ്രാതിനിധ്യം ഉറപ്പു നൽകാൻ കഴിയൂ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എന്നാൽ മറ്റ് പല നിരീക്ഷകരും സൂചിപ്പിച്ചതുപോലെ ഇനി ജോസ് കെ മാണി കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു വിസ്മയമുണ്ടായാൽ LDFിൻ്റെ പരാജയം ഉറപ്പാണ്. LDFിൻ്റെ അണികൾക്ക് പോലും,
അല്ലെങ്കിൽ അത്തരം എൽ ഡി എഫിൻ്റെ അണികളെ പോലും ഒരു തുടർ ഭരണം എന്നുള്ള ആ കാര്യം കൺവിൻസ് ചെയ്യാൻ പ്രയാസമായിരിക്കും ജോസ് കെ മാണി കൂടി ഇപ്പുറത്തേക്ക് വന്നാൽ. അതൊരു വസ്തുതയാണ്. അതേസമയം ഈ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എൽ ഡി എഫിനകത്തും ഇനി യു ഡി എഫിൽ വന്നാലും എന്തെല്ലാമൊക്കെയോ പ്രതിസന്ധികൾ താൻ നേരിടാൻ പോകുന്നുണ്ട് എന്നുള്ള ജോസ് കെ മാണിയുടെ തിരിച്ചറിവാണ് അദ്ദേഹത്തിൻ്റെ വാചകത്തിലും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിലും നമ്മൾ ഈയിടെ കണ്ടത്. അദ്ദേഹം അവസാനം നടത്തിയ ശ്രദ്ധേയമായ പത്രസമ്മേളനത്തിൽ കണ്ടത്. അതിൽ അദ്ദേഹം ഞങ്ങൾ എൽ ഡി എഫിനൊപ്പമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവസാനം പറഞ്ഞത് കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെ ഭരണമുണ്ടാകും എന്നുള്ളതാണ്. അത് അദ്ദേഹം ഇനി അഥവാ യു ഡി എഫിൽ എത്തുകയാണ് എങ്കിൽ അന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറയാൻ വേണ്ടി ഒരു മുന്നൊരുക്കം നടത്തിയതുമാകാം, അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്തതുമാകാം. ജോസ് കെ മാണി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകേണ്ട സീറ്റുകളെ സംബന്ധിച്ചും മറ്റു കാര്യങ്ങളിലും കോട്ടയം ജില്ലയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അഥവാ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് മത്സരിക്കേണ്ടി വരുന്ന സീറ്റുകൾ നൽകിയാൽ തങ്ങൾക്ക് ലഭിക്കേണ്ടതായ സീറ്റുകൾ, സ്ഥാനമാനങ്ങൾ ലഭിക്കുകയില്ല എന്ന് കരുതുന്ന കോൺഗ്രസ് നേതാക്കൾ. അതിൻ്റെ കൂട്ടത്തിലേക്കാണ് ഈ അഥവാ മാണി ഗ്രൂപ്പ് യു ഡി എഫിലെത്തുകയാണ് എങ്കിൽ ഈ പ്രതിസന്ധി രൂക്ഷമാവുക എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസിനും ജോസഫ് ഗ്രൂപ്പിനും ഇടയിൽ വീതം വെക്കപ്പെടേണ്ടതായ ഈ സീറ്റുകളും മറ്റു കാര്യങ്ങളും കോട്ടയം പോലെയുള്ള ജില്ലകളിൽ വീതം വെക്കുന്നതിനെക്കുറിച്ച് തന്നെ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം നിലവിലുണ്ട്. ആ അഭിപ്രായ വ്യത്യാസത്തെ കൂടുതൽ രൂക്ഷമാക്കാനാണ് ജോസ് കെ മാണിയുടെ വരവ് കാരണമാകുക എന്ന് പലരും തിരിച്ചറിയുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ അതേസമയം തന്നെ ഇനിയിപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗം, ജോസ് കെ മാണി വിഭാഗം യു ഡി എഫിൽ ലയിച്ചാൽ തന്നെ ഈ വലിയൊരു വിഭാഗം, ഇപ്പോൾ അപ്പു ജോസഫ്, അങ്ങനെ എന്തോ ആണ് പി ജെ ജോസഫിൻ്റെ മകൻ്റെ പേര് എന്ന് തോന്നുന്നു, അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകളുടെ വാചകങ്ങൾ ശ്രദ്ധിച്ചാൽ ഇനി അഥവാ അവർ വന്നാൽ തന്നെയും അവർക്കൊരു പൂർണ്ണമായ പിന്തുണ നൽകാൻ നിലവിലുള്ള കേരള കോൺഗ്രസ് വിഭാഗങ്ങൾ തയ്യാറായിക്കൊള്ളണമെന്നില്ല. അഥവാ യു ഡി എഫിൻ്റെ സാധ്യതകളും പരിമിതികളും കേരള കോൺഗ്രസ് യു ഡി എഫിലേക്ക് വരുന്നതിനെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. വരുന്നതോ വരാതിരിക്കുന്നതിനെയോ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മലപ്പുറം ജില്ലയിലെ എൽ ഡി എഫിൻ്റെ സാധ്യത കൂടി പരിശോധിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരവസരത്തിൽ രാഷ്ട്രീയ വിശകലനം നടത്താം എന്ന് കരുതുന്നു. അതിലൊരു പ്രധാന വിഷയം, മലപ്പുറം ജില്ലയിൽ നിന്നുള്ള എൽ ഡി എഫിനെ പ്രതിനിധീകരിക്കുന്ന ഒരു എം എൽ എയും മുൻ മന്ത്രിയുമായ ഒരാൾ അദ്ദേഹം മത്സരിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്. മത്സരിക്കുന്നതിനെക്കുറിച്ചുള്ള ഉപചോദ്യങ്ങളുടെ മറുപടിയായി പറഞ്ഞത്, നിലവിൽ ജില്ലയിൽ നിന്ന് 4 സീറ്റുകളാണ് ഞങ്ങൾക്കുള്ളത്. ആ 4 സീറ്റുകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും 4 സീറ്റുകളിലെങ്കിലും ഞങ്ങൾ ഇത്തവണയും വിജയിക്കും എന്നുള്ളതാണ്. അതൊരു കോൺഫിഡൻസ് ഇല്ലാത്ത, അതായത് നിലവിലെ സാഹചര്യത്തിൽ മുസ്ലിം സമുദായം കൂടുതലായി ഉള്ള മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്ന് ഇത്തവണ സീറ്റുകൾ കുറയുമെന്ന ഉറച്ച ബോധ്യമുള്ള നേതാവ്, അതായത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതാണ്, നിലവിലുള്ള 4 സീറ്റുകളിൽ വിജയിക്കാൻ കഴിയും എന്നുള്ള ഉറപ്പ് അദ്ദേഹത്തിനില്ല. പൊന്നാനി, താനൂർ, തവനൂർ, ഇതാണിപ്പോൾ നിലവിലുള്ളത്. നിലമ്പൂർ ഓൾറെഡി ഉപതെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ ആ 4 സീറ്റുകളാണ് കഴിഞ്ഞ തവണ അവർ വിജയിച്ചത്. ഒരു നിലമ്പൂർ ഇനി ലഭിക്കുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ താനൂർ സീറ്റ് വി അബ്ദുറഹ്മാൻ മണ്ഡലം മാറുന്നതിനെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകളും കേട്ടിരുന്നു. കെ ടി ജലീൽ തന്നെ മത്സരിക്കുകയാണ് എങ്കിൽ സുരക്ഷിതമായ മലപ്പുറം ജില്ലയ്ക്ക് പുറത്തുള്ള ഏതെങ്കിലും ജില്ലയിൽ മത്സരിക്കാനുള്ള സാധ്യതകൾ തേടുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ
KT ജലീൽ മലപ്പുറം ജില്ലയിലെ 4 സീറ്റുകളിൽ ഞങ്ങൾ വിജയിക്കും എന്ന് പറയുമ്പോൾ പ്രകടിപ്പിച്ച ആ ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ കോൺഫിഡൻസ് അത്ര മാത്രമേ ജോസ് കെ മാണി പത്രസമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രാഷ്ട്രീയ കേരളം കൂടുതൽ സജീവമായിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഐഷ പൊറ്റിയിലൂടെയും മറ്റും വിസ്മയങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് UDF കൂടുതൽ ജനസ്വീകാര്യമായിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ BJP അതിൻ്റെ വിജയസാധ്യതകൾ തേടുന്ന തിരുവനന്തപുരം ജില്ലയിലെ സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമായിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ കൂടുതൽ വിശകലനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.